ഈ വീഡിയോക്കകത്ത് നമ്മൾ കവർ ചെയ്യും സെക്ഷൻ 35. സെക്ഷൻ 30 മുതൽ നമ്മൾ ഡിഡക്ഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വേണം എന്താ ഏതാന്നൊക്കെ. ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെ കൂടി റിവൈസ് ചെയ്യാത്തത് അല്ലെ തന്നെ വീഡിയോസിൻ്റെ എണ്ണം കൂടുക, അപ്പം അതിൻ്റെ ലെങ്ത്തും കൂടെ കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നിൻ്റെ കൂടിയും ഞാനിതിങ്ങനെ റിവൈസ് ചെയ്യാത്തത്. 30 ഇതാണ്, 31 ഇതാണ്, 32 ഇതാണ്. സോ നിങ്ങൾ ഇതിപ്പോൾ ഇതാ കാണുന്നതെങ്കിൽ ഇതിനു മുമ്പേ ഒരു മിനിറ്റ് ഇരുന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, അതൊക്കെ നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നൊന്ന് കൺഫേം ചെയ്തിട്ട് ഇത് കാണാം. ഓക്കെ, ഒന്നും കണ്ടിന്യൂവേഷൻ അല്ല, ബട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും ലാസ്റ്റത്തെ പ്രോബ്ലംസൊക്കെ ചെയ്യുമ്പോൾ. സോ എല്ലാത്തിനെ പറ്റിയ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. സോ സ്റ്റാർട്ടിങ് സെക്ഷൻ നമ്പർ 35. ഇവിടുന്ന് തുടങ്ങി ഇവിടെ വരെയാണ് നിങ്ങളുടെ സെക്ഷൻ നമ്പർ 35 പോകുന്നത്. ഓക്കെ, സോ ഇതിനെ ഞാൻ ഒരു ടേബിൾ ഫോമിലോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഒരു സാറിൻ്റെ അടുത്ത് ടാക്സ് പഠിച്ചിട്ടുണ്ടായി, ദിലീപ് സാർ എന്ന പേര്. ആ സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ് ഈ ടേബിൾ. ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ചോളാം. അപ്പോൾ എല്ലാപ്പോൾ ഇതിലോട്ട് പോകുന്നതിനേക്കാളും മുന്നേ നമുക്ക് ചില കാര്യങ്ങളിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. നമ്മളിവിടെ പഠിക്കുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് എന്നാണ്. അപ്പം എക്സ്പെൻഡിച്ചർ ഉണ്ടാവുകയാണ്, ചിലവ് ഉണ്ടാവുകയാണ്. എന്തിനെ ബേസ് ചെയ്തിട്ടോ നമ്മളൊരു റിസർച്ച് ചെയ്തിട്ട്, ഒരു സയൻറ്റിഫിക് റിസർച്ച് ചെയ്തിട്ട്, സയൻറ്റിഫിക് എന്നുള്ള പേര് നോക്കണ്ട, സോഷ്യൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചും കൂടെ ഇതിൽ പെടും. ഓക്കെ, എനിവേ വാട്ട് എവർ ഇറ്റ് ഈസ്, റിസർച്ചാണ് സംഭവം. അപ്പോൾ എക്സ്പെൻഡിച്ചർ നമ്മൾ ഇൻകർ ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്, ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ എന്തിനായി റിസർച്ച് ചെയ്യുക? ഇപ്പോൾ ഒരാളുടെ ബിസിനസ് ആണെങ്കിൽ നമുക്കിപ്പോൾ ഫോണിലാണ് വെറൈറ്റീസ് ഇറങ്ങുന്നല്ലേ. ഈ ഫോണിൽ ഈ വെറൈറ്റീസ് ഇറങ്ങുന്നത് വെറുതെ ഇറങ്ങുന്നതാണോ? അല്ല, ആ പർട്ടിക്കുലർ കമ്പനി R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അതിനകത്ത് ആൾക്കാർ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ റിസർച്ച് കമ്പനി സ്വന്തമായിട്ട് കണ്ടക്ട് ചെയ്യും, റൈറ്റ്? ഓക്കെ, സോ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന ഈ റിസർച്ചിന് എന്തായാലും ചിലവുകളുണ്ടാവും അല്ലേ, ചിലവുണ്ടാവും. സോ ഈ ചിലവ് വരുമ്പം ഇതിന് ഡിഡക്ഷൻ കിട്ടുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ഇനി ഈ ഫോൺ ബിസിനസ് ആണെങ്കിൽ കമ്പനി സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യും, സ്വന്തമായിട്ട് സയൻറ്റിഫിക് റിസർച്ചിൽ ഏർപ്പെടും. അല്ലെങ്കിൽ കമ്പനിക്ക് പുറത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഡൊണേഷനൊക്കെ കൊടുക്കുക അല്ലേ. റിസർച്ച് ചെയ്യുന്ന വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവും, വേറെ കോളേജസ് ഉണ്ടാവും, വേറെ അപ്രൂവ്ഡ് അസോസിയേഷൻസ് ഉണ്ടാവും. ഇതിനൊക്കെ എന്ത് കൊടുക്കാം? പൈസ കൊടുക്കാം, എന്നിട്ട് റിസർച്ച് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യാം. സോ ഇങ്ങനെ രണ്ട് രീതിയിലാണ് എക്സ്പെൻഡിച്ചർ വരുന്നത്. ഒന്ന്, കമ്പനി സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുന്നു. രണ്ട്, കമ്പനി വേറെ റിസർച്ച് ചെയ്യുന്ന IIT പോലുള്ള അല്ലെങ്കിൽ കോളേജസ് പോലുള്ള യൂണിവേഴ്സിറ്റീസ് പോലുള്ള അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്ത് കൊടുക്കുവാണ്? ഡൊണേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൈസ കൊടുക്കുവാണ്. സോ ഇങ്ങനെ രണ്ട് രീതിയിൽ സയൻറ്റിഫിക് എക്സ്പെൻഡിച്ചർ ഉണ്ടാവാം. ഓക്കെ, സോ ഇനി ഒരു ജനറൽ ഐഡിയ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, കമ്പനിക്ക് സ്വന്തമായിട്ടല്ലേ, ബൈ ദ കമ്പനി അല്ലെങ്കിൽ ബൈ ദ ബിസിനസ്സിന് സ്വന്തമായിട്ട്, ഫോർ ദ ബിസിനസ്സിന് വേണ്ടി അല്ലേ. ഇവരിവിടെ R&D ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ് വെച്ചത്? ഈ ഫോൺ കമ്പനിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലേ. സോ ബൈ ദ ബിസിനസ് ആൻഡ് ഫോർ ദ ബിസിനസ് ആയിരിക്കും ഇത് അല്ലേ, സ്വന്തമായിട്ട് നടത്തുന്നത്. ഇതിനെ നമ്മളൊരു പേരിട്ട് വിളിക്കും, ഇൻ ഹൗസ് റിസർച്ച്. എന്താ വിളിക്കുക? ഇൻ ഹൗസ് റിസർച്ച്. ഓക്കെ, ഇൻ ഹൗസ് റിസർച്ച് എന്ന് നമ്മളിതിന് പറയാം. ഇനി ഇത് പുറത്തുള്ള ആൾക്ക്, കമ്പനി സ്വന്തമായിട്ട് ക്യാരി ഔട്ട് ചെയ്യില്ല, വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്യും? ക്യാരി ഔട്ട് ചെയ്യും. അതിന് കമ്പനി എന്ത് ചെയ്യും? ഡൊണേഷൻ കൊടുക്കും. ഓക്കെ, ഇത് ബിസിനസ് റിലേറ്റഡ് തന്നെ ആവണം എന്നില്ല. ഇത് ബിസിനസ് റിലേറ്റഡ് തന്നെയാണ്, കമ്പനിക്ക് വേണ്ടി ചെയ്യുന്നത്. ബട്ട് ഡൊണേഷനൊക്കെ കൊടുക്കുമ്പം അത് ബിസിനസ് റിലേറ്റഡ് തന്നെ ആവണം എന്ന് ഇല്ല. ഓക്കെ, ഓക്കെ, ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ നമ്പർ 35 പോവാം. എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്. സോ ആദ്യം ഞാൻ പറഞ്ഞു ഇൻ ഹൗസ് റിസർച്ചും ഉണ്ട്, നമ്മൾ ഈ പുറത്തുള്ള ആൾക്ക് ഡൊണേഷൻ കൊടുക്കുന്നതും ഉണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ സയൻറ്റിഫിക് എക്സ്പെൻഡിച്ചർ വരും. അപ്പോൾ നമ്മൾ ആദ്യം ഇൻ ഹൗസ് റിസർച്ച് പറയാം. ബൈ ദ ബിസിനസ്, ഫോർ ദ ബിസിനസ് സ്വന്തമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന സംഭവം. ഓക്കെ, സോ സയൻറ്റിഫിക് റിസർച്ച് എക്സ്പെൻസസ്. ഓക്കെ, ഇനി അറിയേണ്ട കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം. ഇപ്പം നമ്മൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രോഡക്റ്റ് വേണം അല്ലേ.
സോ ഈ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് അല്ലേ. നമുക്കൊരു നല്ലൊരു പ്രോഡക്റ്റ് വേണം അല്ലേ. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ചോ, സോ വി നീഡ് എ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഒരു ഇയറിൽ റിസർച്ച് ചെയ്യുന്ന ഇയറിലൊക്കെ നിങ്ങൾക്ക് സക്സസ് ആവണമെന്നില്ല. റിസർച്ചിൽ ഫെയിലിയേഴ്സും സംഭവിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഇയറിൽ ദേ ഡിഡിൻ ഗെറ്റ് ദ റിസൾട്ട്. അയാൾക്ക് റിസൾട്ട് കിട്ടിയില്ല. വീണ്ടും അയാൾ റിസർച്ച് കണ്ടക്ട് ചെയ്തു, നോ റിസൾട്ട്. വീണ്ടും റിസർച്ച് കണ്ടക്ട് ചെയ്തു, റിസൾട്ട് കിട്ടിയില്ല, നോ റിസൾട്ട്. ഫിഫ്ത്ത് ഇയറിൽ റിസൾട്ട് കിട്ടി. ഓക്കെ, ഇവിടെ വെച്ചാണ് പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. ഇവിടെ വെച്ചാണ് അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ വെച്ചിട്ടാണ് ഇയാൾക്കൊരു പ്രോഡക്റ്റ് കിട്ടിയത്. സോ ബിസിനസ് ഇവിടെ വെച്ച് അയാൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതിന് മുന്നേ ഉള്ള ഈ പീരീഡ്സിന് നമ്മൾ എന്താണ് വിളിക്കുക? ഇത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് നടന്നത് ഈ വർഷം. അപ്പോൾ ഈ മുന്നേ ഉള്ളതിന് എന്ത് വിളിക്കും? പ്രീ കമൻസ്മെൻറ്റ് അല്ല. കമൻസ്മെൻറ്റ് ബിസിനസ് തുടങ്ങുന്നതിനേക്കാളും മുന്നേ ഉള്ള സംഭവങ്ങൾ. സോ ഇത് പ്രീ കമൻസ്മെൻറ്റ് പീരീഡും ഇതിനങ്ങോട്ടുള്ളത് കമൻസ്മെൻറ്റിന് ശേഷം വരുന്ന എക്സ്പെൻഡിച്ചറും വരും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെയൊക്കെ റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ട് ഈ റിസർച്ചിനൊക്കെ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ പ്രീ കൺസ്ട്രക്ഷൻ എന്നാണ് വരുന്നത് മനസ്സിലൊക്കെ. സോ പ്രീ കമൻസ്മെൻറ്റ് ടൈമിലും എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ട്. എന്ത് എക്സ്പെൻഡിച്ചർ? റിസർച്ച് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇതിനും ഡിഡക്ഷൻ കിട്ടുമോ? ഇനി അല്ല, കമൻസ്മെൻറ്റിന് ശേഷം വരുന്നുണ്ട്, പോസ്റ്റ് കമൻസ്മെൻറ്റ് എന്ന് വിളിക്കുക. പോസ്റ്റ് കമൻസ്മെൻറ്റ് ഇവിടെ വെച്ച് നമ്മൾ റിസർച്ച് നിർത്തുമോ? ഇല്ല, നമ്മൾ വീണ്ടും റിസർച്ച് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് പോസ്റ്റ് കമൻസ്മെൻറ്റ് റിസർച്ച്, കമൻസ്മെൻറ്റിന് ശേഷമുള്ള റിസർച്ച്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ റിസർച്ചിൻ്റെ എക്സ്പെൻഡിച്ചർ വരും. അപ്പം നമുക്ക് ആലോചിച്ച് നോക്കണം, ഇത് ശരിക്കും കിട്ടുമോ? ഇങ്ങനെ കമ്പനിയേ ഇല്ല, കമ്പനി ഇല്ലാത്ത സമയത്ത് ഇൻകർ ചെയ്ത റിസർച്ച് എക്സ്പെൻഡിച്ചറിന് ഡിഡക്ഷൻ കിട്ടുമോ? അല്ലെങ്കിൽ പോസ്റ്റിലാണോ ഡിഡക്ഷൻ കിട്ടുക? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഫസ്റ്റ് ഇത്. അപ്പോൾ ഞാൻ ഈ ഇൻഹൗസ് റിസർച്ചിനെ 2 വിങ്ങായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രീ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, 2 പോസ്റ്റ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഇത് ഇവിടെ പറഞ്ഞതുപോലെ. ഇനി ഒരു സംഭവം എന്തൊരു എക്സ്പെൻഡിച്ചർ ആയിക്കോട്ടെ, അതൊന്നിക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലോട്ട് നീണ്ടു നിൽക്കുന്ന എന്തിനെങ്കിലും വേണ്ടിയിട്ടാണ് എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തതെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മളൊരു അസറ്റ് വാങ്ങിച്ചു, ഓക്കെ, ലാൻഡിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ലാൻഡ് അക്വയർ ചെയ്യുക, ലാൻഡിൽ ബിൽഡിംഗ് കെട്ടുക, ഇതൊക്കെ നമ്മൾ ലോങ് ടേമിലോട്ട് വേണ്ടിയിട്ട് ചിലവാക്കുന്ന എക്സ്പെൻഡിച്ചേഴ്സാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുക, ഓക്കെ, റോ മെറ്റീരിയൽ വാങ്ങിക്കുക. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഡേ ടു ഡേ പോലെ നമ്മൾ ചിലവാക്കുന്നതിന് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും പറയും. അപ്പോൾ എവിടെയൊക്കെ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടോ ഇവിടെയും എക്സ്പെൻഡിച്ചർ 2 തരത്തിലുണ്ടായിട്ടുണ്ടാവും, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചർ. അതേപോലെ ഇപ്പുറത്തും പോസ്റ്റ് കമൻസ്മെൻറ്റിലും നമുക്ക് 2 രീതിയിലുള്ള എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടാവും, റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും. ഓക്കെ, സോ ഇവിടെ നോക്കോ, പ്രീ കമൻസ്മെൻറ്റ് ബിസിനസ്. ഓക്കെ, ഇത് പറയാം, ഈ ഒരു പോയിന്റ് പറയാം. പ്രീ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. പോസ്റ്റ് അതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ പ്രീ ആദ്യം പഠിക്കാം. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ലാൻഡിന് വേണ്ടി ചിലവാക്കിയ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ, എക്സ്പെൻഡിച്ചർ ഓൺ ലാൻഡ് ആണെങ്കിൽ നമുക്കൊരു ഡിഡക്ഷനും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇൻകം ടാക്സിൽ ഓൾമോസ്റ്റ് എവ്രിവെയർ ലാൻഡിന് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഡിഡക്ഷനും കിട്ടുന്നില്ല. ലാൻഡിൻ്റെ ഡിപ്രിസിയേഷൻ, ലാൻഡിന് എന്താ നിൽ, നമ്മൾ ലാൻഡിന് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നില്ല. സോ അതേപോലെ തന്നെ ഇവിടെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിരിക്കുന്നത് ഓൺ ലാൻഡ് ആണെങ്കിൽ നോ ഡിഡക്ഷൻ. വേറെ എന്തിനായിക്കോട്ടെ എനി അതർ 100% ഡിഡക്ഷൻ നമുക്ക് കിട്ടും. വേറെ എന്തിനായിക്കോട്ടെ അവിടെ നമുക്ക് എന്ത് കിട്ടും? 100% ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. എത്രയാണോ ചിലവാക്കിയത് അത്രയും നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ 32 എന്ന് എഴുതി ഞാനിങ്ങനെ ഒരു ക്രോസ് ഇട്ടിരിക്കുന്നത്, സെക്ഷൻ 32ലെ ഡിപ്രിസിയേഷൻ നിങ്ങൾ ഇതിന് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ, ഈ പർട്ടിക്കുലർ അസറ്റിന് നമ്മൾ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെക്ഷനിലുള്ള ഡിഡക്ഷൻ കിട്ടില്ല. നമ്മൾ ഡിപ്രിസിയേഷൻ പഠിക്കുമ്പോൾ അവിടെയും ഞാൻ പഠിച്ചു ലാസ്റ്റ് പോയിന്റ്, അവിടെ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് പോയിന്റിൽ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് 100% ഡിഡക്ഷൻ കിട്ടുന്ന സാധനത്തിന് ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യരുത്. ഓക്കെ, സോ ആ പോയിന്റാണ് ഇത്. സോ ഇവിടെ 100% ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, അപ്പം വീണ്ടും പോയിട്ട് എന്ത് ചെയ്യരുത്? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യരുത്. സോ ഇതാണ് ബെനിഫിഷ്യൽ. സോ എല്ലാവരും എന്തേ ചെയ്യുള്ളൂ? ഇത് ഡിഡക്റ്റ് ചെയ്യാൻ ട്രൈ, ബിക്കോസ് ഇതിൽ 100% ഡിഡക്ഷൻ കിട്ടും, ഡിപ്രിസിയേഷൻ അത്ര കിട്ടുമോ? ഇല്ല. സോ എല്ലാവരും ഇത് അവെയിൽ ചെയ്യാൻ ട്രൈ ചെയ്യും. ഓക്കെ,
So pre-commencement capital expenditure on land, no deduction. Any other 100% deduction allowed. Okay, depreciation charge ചെയ്യാൻ പാടില്ല. അടുത്തത് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പം ഇപ്പം ഇതിൽ പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റും. ഓക്കെ, എൻ്റെ സ്വന്തക്കാരെ പിടിച്ചിട്ട് ഞാൻ റിസർച്ച് വിങ്ങിൽ എംപ്ലോയി ഇട്ടുക, എന്നിട്ട് ഞാൻ സാലറി കൊടുക്കുക. സോ എനിക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമുക്ക് അവിടെ കാണാൻ പറ്റും, ആ ഒരു തിങ് ഇറ്റ് വിൽ ബി ദെയർ. ബട്ട് ഈ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യത്തിൽ നമുക്ക് പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ കാണിക്കാൻ പറ്റും, അത് ഓർമ്മിക്കാം. ഓക്കെ, സോ റവന്യൂവിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സാലറി പ്ലസ് റോ മെറ്റീരിയലിന് ഇൻകർ ചെയ്യുന്ന പൈസ. ഓക്കെ, സാലറിയിൽ പെർക്വിസിറ്റ്സ് പെടൂല, അപ്പോൾ സാലറി മൈനസ് പെർക്വിസിറ്റ്സ്. സാലറിയിൽ നിന്ന് പെർക്വിസിറ്റ്സ് വാല്യൂസ് എല്ലാം മൈനസ് ചെയ്യണം, പ്ലസ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ഇത് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, 100% ഡിഡക്ഷൻ നമുക്കിതിന് ക്ലെയിം ചെയ്യാൻ പറ്റും. 100% ഡിഡക്ഷൻ നമുക്കിതിനും ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അപ്രൂവ്ഡ് ബൈ ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ആയിരിക്കണം. എന്തുകൊണ്ടാണ്? കള്ളത്തരം കാണിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട്. ഈ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ഇവിടെ 100% ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ അത് അപ്രൂവ് ചെയ്തിരിക്കണം. ആര്? പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. ഓക്കെ, ഇനി വേറെ ഒരു തരത്തിലുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറും പ്രീ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിൽ ഡിഡക്ഷൻ കിട്ടില്ല. ഓക്കെ, ഓൺലി ഡിഡക്ഷൻ കിട്ടുക ഈ രണ്ടെണ്ണത്തിനാണ് 100%, ബട്ട് അപ്രൂവ്ഡ് ബൈ ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ആയിരിക്കണം. ഇനി പ്രീ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്ക്, ഇതാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഇയർ. അപ്പോൾ ഇതിന് തൊട്ട മുന്നേ ഉള്ള 3 വർഷങ്ങളിൽ മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ജസ്റ്റ് ഇതിന് തൊട്ട മുന്നേ ഉള്ള 3 പ്രീവിയസ് ഇയേഴ്സിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഈ ഒരു പീരീഡിലുള്ള ഇവിടെയുള്ള ഇതിന് ഈ ഇൻകർ ചെയ്തതിന് നമുക്ക് എന്ത് കിട്ടൂല? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. 3 ഇയർ പ്രിസീഡിങ് ദ റിലവൻറ്റ് പ്രീവിയസ് ഇയർ. ഓക്കെ, കമൻസ്മെൻറ്റിന് തൊട്ട മുന്നേ ഉള്ള 3 ഇയർ പ്രിസീഡിങ് ദ കമൻസ്മെൻറ്റ് ഇയർ എന്ന് എഴുതുവാണേ. ബിസിനസ് കമൻസ് ചെയ്ത് ആ ഇയറിന് തൊട്ട മുന്നേ ഉള്ള 3 വർഷങ്ങളിൽ പ്രീ കമൻസ്മെൻറ്റിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സി ഓക്കെ, സ്ക്രീൻഷോട്ട് കണ്ടവരെടുക്കാം. സോ ഇൻ ഹൗസ് റിസർച്ച് ആണ്. അതിൽ നമ്മൾ പറഞ്ഞു പ്രീ കമൻസ്മെൻ്റ് ഉണ്ട് ആൻഡ് പോസ്റ്റ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന സയൻറ്റിഫിക് എക്സ്പെൻഡിച്ചർ, ഇൻ ഹൗസ് സയൻറ്റിഫിക് റിസർച്ച് എക്സ്പെൻസ്. ഓക്കെ, ഇവിടെ പറയാം. അതിലും അങ്ങനെ തന്നെ ഡിവിഷൻ വന്നിരിക്കുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഇവിടെ എന്താണോ ഉള്ളത് അത് തന്നെ ഇവിടെ എഴുതണം. എക്സ്പെൻഡിച്ചർ ഓൺ ലാൻഡിന് നോ ഡിഡക്ഷൻ, എനി അതർ ആണെങ്കിൽ യു വിൽ ഗെറ്റ് 100% ഡിഡക്ഷൻ. ഇനി റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഇവിടെ നമുക്ക് 2 റിവിങ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെയില്ല, എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറും നമുക്ക് അലൗവബിൾ ആണ്. ബിക്കോസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, വി ഹാവ് പ്രൂഫ്. നമുക്ക് സാലറി കൊടുത്തതിന് പ്രൂഫുണ്ട്, റോ മെറ്റീരിയൽ വാങ്ങിച്ചതിന് പ്രൂഫുണ്ട്. സോ എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറും പോസ്റ്റ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിൽ അലൗവബിൾ ആണ്. ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് അപ്രൂവലിൻ്റെ ഒന്നും ആവശ്യം ഇല്ല. ഇനി പോസ്റ്റ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ആണെങ്കിൽ 100% ഡിഡക്ഷൻ നമുക്ക് ഇത് ഫുൾ കിട്ടും കേട്ടോ. റവന്യൂ എക്സ്പെൻഡിച്ചർ അലൗവബിൾ എന്ന് പറഞ്ഞാൽ 100% കിട്ടുന്ന കേട്ടോ. ഇവിടെ നിങ്ങളോട് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഇവിടെ എക്സ്പെൻഡിച്ചർ ചെയ്തിരിക്കുന്ന ആ പർട്ടിക്കുലർ കമ്പനി 100% ഇൻകേർഡ് ബൈ എ കമ്പനി ഫോർ ഇൻ ഹൗസ് റിസർച്ച് ഫോർ ബയോടെക്നോളജി അല്ലെങ്കിൽ ഇവിടെ റിസർച്ച് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഫോർ ബയോടെക്നോളജി അല്ലെങ്കിൽ മാനുഫാക്ചർ ഓഫ് ഡ്രഗ്, ഫാർമസ്യൂട്ടിക്കൽസ്. ഇവിടെ ശ്രദ്ധിച്ചു, expenditure incurred by a company for in-house research for biotechnology, manufacture of drug, pharmaceuticals, electronic equipment, computer, chemicals or any other article, notified telecommunication equipment മാത്രമാണ് ഇവിടെ ഡിഡക്ഷൻ കിട്ടുക. ഇവിടെ 150 എന്ന് കാണാം. ഇത് കഴിഞ്ഞ പ്രാവശ്യം വരെ 150 ആയിരുന്നു. ഇതിൽ പല സെക്ഷൻസും കഴിഞ്ഞ പ്രാവശ്യം വരെ 150 ആയിരുന്നു ഡിഡക്ഷൻ കിട്ടുക, 150%.
1,00,000 ചിലവാക്കിയ 1,50,000 ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഇപ്പം ഈ ഒരു ഇയർ മുതലാണ് ഇത് 100 ആക്കി ചുരുക്കിയത്. ഓക്കെ, സോ ഇതും കൂടെ ഓർമ്മിക്കാം. അപ്പോൾ ഇത് സംഭവം ക്ലിയർ അല്ലേ? ഇൻ ഹൗസ് റിസർച്ച് പ്രീ പോസ്റ്റ് 3 ഇയറിന് കമൻസ്മെൻറ്റിന് തൊട്ട് മുന്നിലുള്ള 3 വർഷം മാത്രമേ നമുക്ക് കിട്ടൂ. ക്യാപിറ്റൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഓൺ ലാൻഡ് നോ ഡിഡക്ഷൻ, ബാക്കി എല്ലാത്തിനും 100%. റവന്യൂ എക്സ്പെൻഡിച്ചർ സാലറി പെർക്വിസിറ്റ്സ് പെടൂല, മെറ്റീരിയലിന് അപ്രൂവ് ചെയ്തിരിക്കണം 100% കിട്ടാൻ. നോ അതർ ഡിഡക്ഷൻസ്. പോസ്റ്റിലാണെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിരിക്കുന്നത് റിസർച്ച് ഫോർ ബയോടെക്നോളജി, ആ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് സെയിം ആസ് ഹിയർ. റവന്യൂ എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചറിനും അലൗവബിൾ ആണ്, 100% ഡിഡക്ഷൻ കിട്ടും. ഇനി രണ്ടാമത്തെ സാധനം ഡൊണേഷൻ കൊടുക്കുക, കോൺട്രിബ്യൂഷൻ കൊടുക്കുക. ഇവിടെ ബിസിനസ്സിന് ഡയറക്റ്റ്ലി റിലേറ്റഡ് ടു ബിസിനസ് അല്ലെങ്കിൽ ആവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, ഡൊണേഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് ഒക്കെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുമ്പോൾ അവിടെ നിർബന്ധമില്ല എന്ത് റിലേറ്റഡ് ടു ബിസിനസ് ആവണം എന്ന് നിർബന്ധം ഇല്ല. സോ ഇതിലും 2 രീതിയിൽ ഡിവിഷൻ വരുന്നുണ്ട്. ഒന്ന് സയൻറ്റിഫിക് റിസർച്ചിന് കൊടുത്തിരിക്കുന്ന ഡൊണേഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചിന് കൊടുത്തിരിക്കുന്ന ഡൊണേഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ 2 വിങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിലാദ്യം സയൻറ്റിഫിക് റിസർച്ചിന് കൊടുത്തിരിക്കുന്ന ഡൊണേഷൻസ്. ഓക്കെ, സി ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ 3 ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് 3 ആയിട്ട് ഇപ്പം എല്ലാത്തിനും 100%. ബട്ട് മുന്നേ ഇതാന്ന് തോന്നുന്നു, ഇത് 150 ആയിരുന്നു, ഇതിൽ ഏതൊക്കെയോ 150 ഒക്കെ ആയിരുന്നു. ബട്ട് ഇപ്പം അതൊക്കെ മാറിയതാണ്. എന്നാലും ഈ വിങ്സ് ഇതുപോലെ തന്നെ മീൻസ് ഈ ഒരു ഡിവിഷൻ അതേപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിച്ചോ, സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഡൊണേഷൻ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ കമ്പനി കൊടുക്കുന്നത് IITക്കാണെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ ലബോറട്ടറീസിനാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും അപ്രൂവ്ഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൊണേഷൻ കൊടുക്കുന്നു സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ ഫോർ IIT, നാഷണൽ ലബോറട്ടറി ഓർ എനി അതർ അപ്രൂവ്ഡ് ഓർഗനൈസേഷൻ 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. എഗെയിൻ ഡൊണേഷൻ കൊടുക്കുന്നു സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ ടു എനി റിസർച്ച് അസോസിയേഷൻ അല്ലെങ്കിൽ എനി യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ എനി കോളേജസ് ഓർ എനി അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും 100% ഡിഡക്ഷൻ. ഓക്കെ, സോ ഡൊണേഷൻ ടു കണ്ടക്ട് സയൻറ്റിഫിക് റിസർച്ച് ഫോർ എനി റിസർച്ച് അസോസിയേഷൻ, യൂണിവേഴ്സിറ്റി, കോളേജസ് ആൻഡ് അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ 100% ഡിഡക്ഷൻ. ഇനി ഡൊണേഷൻ അല്ലെ കോൺട്രിബ്യൂഷൻ ടു കണ്ടക്ട് ദ സയൻറ്റിഫിക് റിസർച്ച് ഫോർ ഇന്ത്യൻ കമ്പനീസ് ആണെങ്കിലും 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ കണ്ടീഷൻസ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ അതൊന്നും ഇല്ല. അടുത്തത് ഡൊണേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ കണ്ടക്ടിങ് സോഷ്യൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ആണെങ്കിൽ സെയിം ഇവിടെയുള്ള സാധനം വരും. റിസർച്ച് അസോസിയേഷന് കൊടുക്കുകയാണെങ്കിൽ, യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുകയാണെങ്കിൽ, കോളേജസിന് കൊടുക്കുകയാണെങ്കിൽ, അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുകയാണെങ്കിൽ, ഇന്ത്യൻ കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ 100% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, 2 രീതിയിൽ ഡിവിഷൻ വന്നിട്ടുണ്ട്, ഇൻ ഹൗസ് റിസർച്ചും ഡൊണേഷൻ ആൻഡ് കോൺട്രിബ്യൂഷനും. സോ ഒന്നും കൂടെ കാണേണ്ടവർ കാണോ, പഠിക്കേണ്ടവർ പഠിക്കാം. ഓക്കെ, സോ ഇനിയും സാലറി പഠിച്ച് അതൊക്കെ ആരും എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല. ഓക്കെ, ശ്രദ്ധിച്ചോളാം. ടെക്സ്റ്റ് ബുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് സെക്ഷൻ 31(1) ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. 100% ഡിഡക്ഷൻ അലൗ ചെയ്യാൻ എല്ലാം കിട്ടും. ഇവിടെ ഇത് സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വായിക്കുന്നില്ല, വായിക്കണോ? ക്യാരിഡ് ഔട്ട് ബൈ ദ SSC ഓർ ബൈ എൻ ഇന്ത്യൻ കമ്പനി ഓർ ഫോറിൻ ഓൺ ബിഹാഫ് ഓഫ് SSC ഫോർ ക്യാൻ ബി ഡെബിറ്റഡ് ടു, ഇൻ അതർ വേർഡ്സ് ഇവിടെയുള്ളതിനേക്കാൾ എനിക്ക് ഇതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. ഓക്കെ, സോ എനിക്കറിയില്ല നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ പഠിക്കാം. ഐ തിങ്ക് ദിസ് വൺ ഇസ് ബെറ്റർ. ഓക്കെ, ഇനി ഇത് അപ്രൂവ്ഡ് ബൈ ഈ ഒരു സംഭവം ഉണ്ടല്ലോ പോസ്റ്റിൽ, ഇതൊക്കെ അപ്രൂവഡ് ബൈ ഗവൺമെൻറ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് ഒക്കെ ആയിരിക്കണം ഈ സംഭവങ്ങളൊക്കെ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ക്യാരിഡ് ഓൺ ബൈ എൻ SSC ഓർ ബൈ എൻ ഇന്ത്യൻ കൺസേൺ ഓർ എ ഫോറിൻ കൺസേൺ on behalf of the SSC for the business of the SSC can be debited to P&L account in full deduction കിട്ടും. SSC can claim 100% deduction for revenue expenditure on scientific research. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ പ്രീ കമൻസ്മെൻറ്റിലുള്ള കാര്യമാണ്.
Expenditure on salary for research, excluding perquisites or material used during the 3 years preceding the commencement of business, shall deem to be the incurred during the previous year in which business is commenced. പ്രീ-കൺസ്ട്രക്ഷനിലാണെങ്കിൽ ഇത് മാത്രമേ കിട്ടുള്ളൂ എന്നാണ് ഇവിടുന്ന് വായിച്ചിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ആ പോയിൻ്റാണ് ഞാൻ അവിടെ എഴുതിയത്. അടുത്തത് അപ്രൂവ്ഡ് സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷന് കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് അപ്രൂവ്ഡ് സയൻറ്റിഫിക് റിസർച്ച് ഓർഗനൈസേഷൻ, ഇവിടെ ഓർഗനൈസേഷന് കൊടുക്കുന്നത്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എമൗണ്ട് പെയ്ഡ് ടു അപ്രൂവ്ഡ് സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ 100% കിട്ടും. റിസർച്ച് അസോസിയേഷന് കൊടുത്താൽ, യൂണിവേഴ്സിറ്റി കൊടുത്താൽ, കോളേജസിന് കൊടുത്താൽ ഷാൾ ബി ഡിഡക്റ്റഡ് ഇവൺ ഇഫ് ദ റിസർച്ച് ഇസ് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ്. സോ ഈ വിങ്ങിൽ വരുന്നതാണ് അത്, റിലേറ്റഡ് ടു ബിസിനസ് ഓർ നോട്ട്. ഓക്കെ, അടുത്തത് റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെ കണ്ട് ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? റിലേറ്റഡ് ടു ബിസിനസ് തന്നെ ആയിരിക്കണം, റിലേറ്റഡ് ടു ബിസിനസ് തന്നെ ആയിരിക്കണം. ഓക്കെ, അടുത്തത് എനി എമൗണ്ട് പെയ്ഡ് ടു ദ കമ്പനി, കമ്പനിയുടെ ബിഹാഫ് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്താലും കമ്പനിയുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ ക്യാപിറ്റലാണോ റവന്യൂ ആണോ നോക്കിയിട്ട് വേണം ഡിഡക്ഷൻസ് കൊടുക്കാൻ. ഓക്കെ, ബാക്കി കണക്കിലുണ്ടോ നോക്കിയിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ വരുത്താം. എനി എമൗണ്ട് പെയ്ഡ് ടു ദ കമ്പനി ഫോർ സയൻറ്റിഫിക് റിസർച്ച്, ഇവിടെ ഇന്ത്യൻ കമ്പനി ആയിരിക്കണം കേട്ടോ, ഇന്ത്യൻ കമ്പനി. കമ്പനി ഫോർ സയൻറ്റിഫിക് റിസർച്ച് ആണെങ്കിൽ അവിടെ 100% കിട്ടും, ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ഓക്കെ, നീഡ് നോട്ട് ബി റിലേറ്റഡ് ടു ബിസിനസ്, ബിസിനസ്സിന് റിലേറ്റ് ചെയ്തിട്ടായിരിക്കണം എന്നില്ല. അത് നമ്മൾ സിസ്റ്റത്തിൽ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ടായി, ഡയറക്ട്ലി റിലേറ്റഡ് ടു ബിസിനസ് ഓർ നോട്ട്. any amount paid for social and statistical research, social and statistical research ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് അതിവിടെ എഴുതിയിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റി, കോളേജസ്, അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ കമ്പനി, ഇന്ത്യൻ കമ്പനി. ഓക്കെ, ആൻഡ് അപ്രൂവ്ഡ് ബൈ ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ടു ബി യൂസ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ആർ ഡിഡക്റ്റഡ് ഫ്രം ഇൻകം even if the research is not related to business or not. അടുത്തത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ആണ്. ഇവിടെയാണ് ആ ലാൻഡിൻ്റെ ഒക്കെ നമ്മൾ പഠിച്ചില്ലേ ഈ സാധനം വരുന്നത്. ഓക്കെ, 100% ഡിഡക്ഷൻ കിട്ടും. However, deduction under this provision cannot be claimed in respect of expenditure on acquisition of land. Okay. Unabsorbed capital expenditure on scientific research can be forward in the same manner as depreciation is carry forward. Okay, capital expenditure നമുക്ക് ഡിഡക്ഷൻ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും, നമ്മൾ അൺഅബ്സോർബ് ഡിപ്രിസിയേഷൻ ചെയ്തതുപോലെ. 35 അതിൽ ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്ത് കൊടുക്കരുത്? ഡിപ്രിസിയേഷൻ കൊടുക്കാൻ പാടില്ല പറഞ്ഞതാണ്. അടുത്തതാണ് ഈ സാധനം, IIT നാഷണൽ ലബോറട്ടറി. ഈ സംഭവം IITs ഓർ നാഷണൽ ലബോറട്ടറീസ്, യൂണിവേഴ്സിറ്റി ഇവിടെയാണ് വരുന്നത്. ഓക്കെ, 100% കിട്ടും, റിലേറ്റഡ് ടു ബിസിനസ് ഓർ നോട്ട് ആവണമെന്നില്ല. ഇവിടെ എക്സ്പെൻഡിച്ചർ ഓൺ ബിസിനസ്, ഇൻ ഹൗസ് ബിസിനസ് റിസർച്ച്, അത് ബയോടെക്നോളജി, ഇത് ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഷാൾ ബി ഡിഡക്റ്റഡ്. റിസർച്ച് ഫെസിലിറ്റി ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. നോ ഡിഡക്ഷൻ അണ്ടർ ദിസ് പ്രൊവിഷൻ ഈസ് അവൈലബിൾ ഫോർ എക്സ്പെൻഡിച്ചർ ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. Other assessees not eligible for deduction under 35(2)(ab) can claim 100% deduction for the amount spent on ഇവിടെ തന്നെ ഈ ഒരു സാധനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മതി. ഇവിടെ അപ്രൂവ്ഡ് ബൈ ഗവൺമെൻറ് എന്ന് എഴുതണ്ട, പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി എന്ന് എഴുതണേ, പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ദിസ് ഈസ് യുവർ സെക്ഷൻ നമ്പർ 35. ഇനി ഇവിടെയുള്ള ഈ കുഞ്ഞ് സെക്ഷൻസും കൂടെ ഞാൻ ഈ വീഡിയോക്കകത്ത് കവർ ചെയ്യാം. എന്നാൽ പിന്നെ ഇതൊരു വലിയൊരു സെക്ഷനാണ് 35 AD. സോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കണം, നിങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ്. ഇവിടെ എല്ലാം 100 ആണ്, അല്ലെങ്കിൽ ഇവിടെ 100 150 എന്ന് പറയുന്ന വേറൊരു സാധനമുണ്ട്. അപ്പോൾ ഇതിലേതെല്ലാം 150 എന്നൊക്കെ ആലോചിക്കാൻ ഭയങ്കര പ്രയാസമാണ്. സോ അത് ഓർമ്മിക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ ലക്കിയാണ്, നിങ്ങൾക്ക് എല്ലാം എത്ര പഠിച്ചാൽ മതി? 100. തൊട്ട് മുന്നേ ചിലതിലൊക്കെ 150 ആയിരുന്നു. ഓക്കെ, ഇത് എക്സ്പെൻഡിച്ചർ ഓൺ എക്സ്പെൻഡിച്ചർ ഓൺ പാറ്റൻറ്റ് ഓർ കോപ്പിറൈറ്റ് 35A. പാറ്റൻറ്റ് അല്ലെങ്കിൽ കോപ്പിറൈറ്റിന് വേണ്ടി എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 25% ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഓൺ ഓർ ആഫ്റ്റർ 1498 ആയിരിക്കണം.
ഇനി അടുത്തത് എക്സ്പെൻഡിച്ചർ ഓൺ നോ ഹൗവിന് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു എക്സ്പെൻഡിച്ചർ സെയിം ഡേറ്റിനാണെങ്കിൽ ഈ ഒരു ആഫ്റ്റർ ആണെങ്കിൽ 25% ഡിപ്രിസിയേഷൻ. ഓക്കെ. എലിജിബിൾ ഫോർ ഒബ്റ്റെയിനിങ് റൈറ്റ് ടു യൂസ് സ്പെക്ട്രം. Capital expenditure paid by an SSE on acquiring right to use spectrum for telecommunications. സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ള മീനിങ്ങിൽ മനസ്സിലാക്കിയാൽ മതി. അതായത് ടെലികമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കുറേ അന്ന് തോന്നുന്നത്. എനിക്ക് വലിയ ഐഡിയ ഇല്ല സ്പെക്ട്രം. ഓക്കെ, ഐ തിങ്ക് സോ. To use spectrum for telecommunication service can be written off in equal installment over the period for which the right to use spectrum remains in force. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇതൊരു പർട്ടിക്കുലർ റൈറ്റാന്ന് തോന്നുന്നു. ഇതിലൊരുപാട് പാറ്റേൺ മീൻസ് ഈ ടെലികമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേറ്റൻറ്റ് പോലെയുള്ള സംഭവങ്ങളുണ്ടാവും. ഓക്കെ, സോ ഇത് യൂസ് ചെയ്യാനുള്ള ഇയർ ഇപ്പം ടിൽ 2023 വരെ നമുക്കിത് ഉപയോഗിക്കാമെങ്കിൽ ഈ 2023 വരെ ഇത് ഇപ്പോൾ ഇന്ന് കിട്ടുന്നത് 2019 ഇത് മുതൽ ഇതുവരെ മൊത്തം എക്സ്പെൻഡിച്ചർ ഇത്രയാണെങ്കിൽ 19 മുതൽ 23 വരെ എത്ര ഇയർ ഉണ്ടെന്ന് എടുക്കുക. 19, 20, 21, 22, 23 5 വർഷം. അപ്പോൾ ഇത് 5നെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈക്വലി എന്ത് ചെയ്യുക, എല്ലാ ഇയറിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് 5 ഇയറിൽ. അപ്പോൾ ഇത് എത്ര വരെയാണോ ഈ ലൈസൻസ് അല്ലെങ്കിൽ ഈ സ്പെക്ട്രം യൂസ് ചെയ്യാനുള്ള റൈറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് ടു ദിസ് ഡേറ്റ് എത്ര എക്സ്പെൻഡിച്ചർ വരും അതിന് അത്രയും ഇയർ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റൈറ്റ് ഓഫ് ഈക്വൽ ഇൻസ്റ്റാൾമെൻറ്റ് ഓവർ ദ പീരീഡ് ഫോർ വിച്ച് റൈറ്റ് ടു യൂസ് സ്പെക്ട്രം റിമെയിൻസ് ഇൻ ഫോഴ്സ്. അടുത്തത് എക്സ്പെൻഡിച്ചർ ഓൺ ലൈസൻസ് ടു ഓപ്പറേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ്. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഇവിടെ മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് എടുത്ത് പറഞ്ഞത്. വേറൊരു സ്ഥലത്തും ഇപ്പറഞ്ഞതിൽ വേറൊരു സ്ഥലത്തും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നില്ല. Expenditure on license to operate shall be written off in equal installment over the previous year in which license is in force. ഇതും അങ്ങനെ തന്നെ ലൈസൻസിന് വാലിഡിറ്റി ഉള്ള ആ പ്രീവിയസ് ഇയർ വരെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ യൂസ് ചെയ്യുന്ന ഡേറ്റ് മുതൽ ലൈസൻസിൻ്റെ വാലിഡിറ്റി ഡേറ്റ് വരെ എടുക്കുക, അതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക എക്സ്പെൻഡിച്ചറിന്. സോ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ആൻഡ് ദിസ് വൺ ഇമ്പോർട്ടൻ്റ് ആണ്, സെക്ഷൻ നമ്പർ 35. ഇനി നമുക്ക് എടുക്കാനുള്ളത് സ്പെസിഫൈഡ് ബിസിനസ് ആണ്, സെക്ഷൻ നമ്പർ 35 AD. പിന്നെ ഇവിടെ വരുന്നതൊക്കെ കുറച്ച് കുഞ്ഞാണ്. അമോർട്ടൈസേഷൻ കുറച്ച് പറയാനുണ്ട്, പ്രിലിമിനറി എക്സ്പെൻസിൻ്റെ അമോർട്ടൈസേഷൻ. സോ വേറെ ഡിഡക്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെക്ഷൻ 36 പഠിക്കാനുണ്ട്, സെക്ഷൻ 37 പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ അതും പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് കുറച്ചുണ്ട്, റെമ്യൂണറേഷൻ ഇതുണ്ട്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്രിസംപ്റ്റീവ് ടാക്സേഷൻ ഉണ്ട്, ടാക്സ് ഓഡിറ്റ് ഉണ്ട്. അത്രയേ ഉള്ളൂ, സമാധാനിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ എനിവേ നമുക്ക് നോക്കാം. അതുകൊണ്ട് പഠിക്കുമ്പോൾ അതത് തറവാക്കി പോവുക. ഓക്കെ, ഈ ഒരു സെക്ഷനും ഒരുപാടുണ്ട്, ഈ ഒരു ഹെഡ് PGBP. ഓക്കെ, സോ ഐ എം ട്രൈങ് ടു ഫിനിഷ് ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ.